നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള പരിശീലനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുതിയ തലമുറകളിൽ ഏതുതരം ജോലി ചെയ്യാനുള്ള ശീലം വളർത്തിയെടുക്കാൻ കഴിയണമെന്നും കെ കൃഷ്ണൻകുട്ടി. രൂക്ഷമായ വരൾച്ച അനുഭവിക്കുന്ന കഞ്ചിക്കോട് മേഖലയിൽ പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. അധികാരത്തിലെത്തിയാൽ മദ്യപാനം തടയുമെന്ന് പ്രഖ്യാപിച്ച ഇടതു സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്നും വി കെ ശ്രീകണ്ഠൻ. വർണ്ണവിളക്കുകളുടെ അലങ്കാരപ്രഭയിൽ കുളിച്ച് മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പോത്സവം. ഈ മാസം 22 വരെ നീണ്ടുനിൽക്കുന്ന പുഷ്പോത്സവത്തിൽ 1 ലക്ഷത്തോളം പൂക്കളാണ് ഒരുക്കിയിരിക്കുന്നത്. വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിന് സമീപം KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കിഴക്കഞ്ചേരി പൂണിപ്പാടം സ്വദേശികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള പരിശീലനങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജില്ലാ ഭരണകൂടം, ജില്ലാ നൈപുണ്യ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിത്യ രാജ 13 വയസ്സായിട്ടുള്ളൂ. CEO ആണ്. കമ്പ്യൂട്ടർ കോഡിംഗ് പഠിച്ചിട്ട് CEO ആണ്. 5 കമ്പനികൾ, ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ കമ്പനിയിൽ ഷെയർ എടുത്തിട്ടുണ്ട്. സമീർ മേത്ത 10 വയസ്സായി. AI പ്രോഗ്രാം അമേരിക്കയിലെ കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കണം. നമ്മളുടെ എടപ്പള്ളി സ്കൂളിൽ കുട്ടിയില്ലേ, റൗൾ ജോൺ നഞ്ചു, എത്ര വയസ്സായവന്? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമേരിക്കയിലെ കുട്ടികൾക്ക് AIയുടെ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങളും ഇതൊക്കെ പോകുന്നത്. നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തൊഴിൽ സാധ്യത എവിടെയുണ്ട്, എങ്ങനെ വരും എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നിർത്താം. എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ കൃഷിക്കാരനാണെന്ന്. എൻ്റെ ഇവിടെ ഒരു അഗ്രോ സർവീസ് സെൻ്റർ ഉണ്ട്. 2.5 കോടി രൂപയുടെ മിഷനറി ഉണ്ട്. ഇപ്പം നടിയിൽ മിഷൻ എല്ലാം ഉണ്ട്. എൻ്റെ മാനേജർ ബിടെക്കാരനാണ്. ഇത്ര ശമ്പളം അറിയോ? 12,000. ഇവിടെ നടിയിൽ മിഷൻ പെൺകുട്ടികൾ ഓട്ടാൻ വരുന്നുണ്ട്. അവർക്ക് ഒരു ദിവസം 1,400 രൂപ കിട്ടും. പുതിയ തലമുറകളിൽ ഏതുതരം ജോലി ചെയ്യാനുമുള്ള ശീലം വളർത്തിയെടുക്കാൻ കഴിയണമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, DPO N ശ്രീലത, TV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. രൂക്ഷമായ വരൾച്ച അഭിമുഖീകരിക്കുന്ന കഞ്ചിക്കോട് മേഖലയിൽ പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ തുടർന്നങ്ങോട്ട് ഓരോ വർഷവും ബാറുകൾ പുതുതായിട്ട് അനുവദിക്കുകയും ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുകയും അതുപോലെ ബിയർ പാർലറുകൾ അനുവദിക്കുകയും ചെയ്ത് ഈ അടുത്ത കാലത്ത് പോലും നിരവധി ബാറുകൾക്ക് ലൈസൻസ് കൊടുത്ത സർക്കാർ ജനവഞ്ചന തുടരുകയാണ്. പ്രഖ്യാപിത നയങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. ഏകദേശം 30 വർഷം മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് മദ്യനയത്തിന്റെ ഭാഗമായി പുതിയ ബ്രൂവറീസും അതുപോലെ പുതിയ ഡിസ്റ്റിലറിയും തുടങ്ങേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തേക്ക് കാറ്റിൽ പറത്തി ഇന്ന് കേരളത്തെ മദ്യത്തിൽ പൂർണ്ണമായും മുക്കി ജനങ്ങളെ കൊല്ലുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള ക്രിമിനൽ ഒരുപാട് സംഭവവികാസങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഒരു വീട്ടിൽ ചെന്ന് 3 പേരെ വെട്ടിക്കൊന്നത് കഴിഞ്ഞ ദിവസം, കവർച്ചയും കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ മദ്യത്തിന്റെ വ്യാപനം, അതുമാത്രമല്ല മയക്കുമരുന്നിന്റെ വ്യാപനം കേരളത്തെ നരകതുല്യമായ ജീവിതമാക്കി ജനങ്ങളെ അതിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ. ഈ 30 വർഷത്തെ മുമ്പുള്ള തീരുമാനം മാറ്റാൻ എന്താണ് പ്രത്യേകിച്ച് ഈ സാഹചര്യം ഉള്ളത് എന്ന് പോലും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി പോലും ഇല്ലാത്ത സ്ഥലത്ത് ആൽക്കഹോൾ നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ മദ്യവ്യാപനം തടയുമെന്ന് പ്രഖ്യാപിച്ച ഇടതു സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർണ്ണവിളക്കുകളുടെ അലങ്കാരപ്രഭയിൽ കുളിച്ച് മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പോത്സവം. പൂക്കാലം 2025 കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നു. KTDCയും ജലസേചന വകുപ്പും സംയുക്തമായി മലമ്പുഴ ഉദ്യാനത്തിൽ
പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ 1 ലക്ഷത്തിലേറെ പൂക്കൾ കാറ്റിലാടി കാണികൾക്ക് സ്വാഗതം പറയുമ്പോൾ സായാഹ്നത്തിൽ തെളിയുന്ന ഇലക്ട്രിക് ലൈറ്റുകൾ ആ കാഴ്ചകൾക്ക് വർണ്ണപ്പകിട്ടേകുകയാണ്. ഉദ്യാനത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഓരോ ചെറിയ ഇടവേളകളിലായി പൊഴിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ച വെള്ളം ചീറ്റി മഞ്ഞിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന മിസ്റ്റ് കുട്ടികളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. പൂക്കളും വർണ്ണവിളക്കുകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മൊബൈലുകളിലൂടെ സെൽഫിയും കുടുംബ ഫോട്ടോകളും പകർത്തുന്ന കാഴ്ചകളാണ് ഓരോ ഇടത്തും. പുഷ്പമേളയെക്കുറിച്ചും ലൈറ്റിങ്ങിനെക്കുറിച്ചും മികച്ച അഭിപ്രായമാണ് കാഴ്ചക്കാർക്ക്. ആഗ്രഹിക്കുന്ന ആർക്കും പാടാവുന്ന പാട്ടുപുരയും കലാപരിപാടികളും പുഷ്പമേളയുടെ ഭാഗമാണ്. പൂക്കൾ കാണുക മാത്രമല്ല, മേളയിൽ നിന്ന് പൂച്ചെടികൾ വാങ്ങുകയും ചെയ്യാം. ഒപ്പം നാടനും വിദേശിയുമായി ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രവേശന സമയം. ജനുവരി 22-ന് പുഷ്പമേള സമാപിക്കും. വടക്കഞ്ചേരി ചെറുപുഷ്പം സ്കൂളിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കിഴക്കഞ്ചേരി പൂണിപ്പാടം ബേസിൽ വർഗീസ് 26 വയസ്സ്, ഇയാളുടെ ഭാര്യ 24 വയസ്സുള്ള അഖില എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. വടക്കഞ്ചേരി ടൗണിൽ നിന്നും മംഗലംപാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപത്തെ ഇറക്കത്തിൽ വെച്ച് എതിർദിശയിൽ വരുന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് വലതുവശം ചേർന്ന് വന്നതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. പരിക്കേറ്റവരെ ആദ്യം EK നായനാർ ആശുപത്രിയിലും പിന്നീട് നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CPIM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പതാക ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ ചുവപ്പ് സേന വളണ്ടിയർ മാർച്ച് നടത്തി. വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK ചാമുണ്ണി, KN സുകുമാരൻ മാസ്റ്റർ, ഏരിയ സെക്രട്ടറി T കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 21, 22 തീയതികളിൽ ചിറ്റൂരിൽ വെച്ചാണ് CPIM ജില്ലാ സമ്മേളനം നടക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായുള്ള വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകിയത്. വടക്കഞ്ചേരിയിൽ നടന്ന ജില്ലാതല സമാപനത്തിൽ A. ശിവരാമൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ EC ബിജു. സമര സന്ദേശ ജാഥയ്ക്ക് വരവേൽക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന 14 മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ജാഥയിലൊരംഗവും സമിതിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ R. രാധാകൃഷ്ണൻ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് വൈകുന്നേരം ഈ ജാഥ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ സമാപിക്കേണ്ടതാണ്. ഇന്ന് രാവിലെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ 5 ദിവസക്കാലമായി കേരളത്തിലെ വ്യാപാര മേഖലയിലെയും വ്യാവസായിക മേഖലയിലും പൊതുപ്രശ്നങ്ങൾ ജനങ്ങളുമായും വ്യാപാരികളുമായും സംവേദിച്ചുകൊണ്ടാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ 13-ാം തീയതി സപ്തഭാഷകളുടെ സങ്കരഭൂമിയായിട്ടുള്ള കാസർഗോഡ് നിന്ന് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC ആണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ 80 സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ജാഥ 25-ാം തീയതി തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. സമാപന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് ഫെബ്രുവരി മാസം 13-ാം തീയതി വ്യാപാര മേഖലയിലെ പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ച് R. രാധാകൃഷ്ണൻ, അഹമ്മദ് ഗഫൂർ, K. പ്രഭാകരൻ, M. ദേവൻ എന്നിവർ സംസാരിച്ചു. ജാഥ പിന്നീട് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. പന്നിയങ്കര ശോഭ അക്കാദമിയിൽ സ്റ്റീം ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. കുട്ടികളുടെ കഴിവുകൾ പ്രകടമാക്കുന്നതിനായാണ് സ്റ്റീം ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചത്. സയൻസ്, സോഷ്യൽ, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയും കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്.
സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന വ്യത്യസ്തമായ പരീക്ഷണങ്ങളും വിവിധ സ്കൂൾ കോളേജുകളെ ഉൾപ്പെടുത്തിയുള്ള മത്സരങ്ങളും മേളയുടെ ശ്രദ്ധ ആകർഷിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വെർച്വൽ റിയാലിറ്റിയും മേളയുടെ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചുള്ള പല ഗെയിമുകളും വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവം തന്നെ ഉണ്ടാക്കി. ശോഭ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ സംസ്ഥാനങ്ങളുടെ തനത് നൃത്തകലകൾ അവതരിപ്പിച്ചതും മേളയുടെ ശോഭ കൂട്ടി. That combines music, rhythm, expression, and dance. It's known for its intricate hand gestures. കൂടാതെ കുട്ടികളുടെ രക്ഷിതാക്കൾ വ്യത്യസ്തമായ കരകൗശല സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. മേളയുടെ ഭാഗമായി ഫുഡ് കോർട്ടും ഒരുക്കിയിരുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ സഹകരണത്തോടെ വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്റ്റീം ഫെസ്റ്റ് ശോഭ അക്കാദമിയുടെ ചരിത്ര വിജയമായി എന്ന് തന്നെ പറയാം. സ്റ്റീം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ CS കണ്ണൻ വാര്യർ നിർവഹിച്ചു. പാലക്കാട് ജില്ലാ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആയക്കാട് CA ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം വടക്കഞ്ചേരി പോലീസ് CI KP ബെന്നി നിർവഹിച്ചു. എല്ലാവരും മൊബൈൽ മാത്രം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഥവാ ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ പോകുന്നുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളോ തെറ്റുകളോ ചെയ്തു പോകുന്ന ഭയങ്കര എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൻ്റെ ട്രെൻഡ് തെറ്റിലേക്ക് പോകുന്ന ഒരു സമൂഹമായിട്ട് വളർന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ യുവാക്കളും അല്ലെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞ പേരൻസിൻ്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയുക വിഷമമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളവിടെ നിർത്തുന്നില്ല, എല്ലാ മക്കളെയും വിദേശത്തേക്ക് എത്തുക. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലും സ്വഭാവം ദൂഷ്യപ്പെടുന്ന ഒരു സൊസൈറ്റി നമ്മുടെ സമൂഹത്തിൽ വളർന്നത്. PTA പ്രസിഡന്റ് ലെനിൻ അധ്യക്ഷനായി. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി K വിനേഷ്, NCC മാസ്റ്റർ രാജേഷ്, സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ, പ്രധാനാധ്യാപിക ജയവല്ലി, CP പ്രേംജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 13ഓളം ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. ഞായറാഴ്ച ചാമ്പ്യൻഷിപ്പിന് സമാപനമാകും. കരിമ്പുഴ തോട്ടര ഈങ്ങോക്കോടൻ നബീസയുടെ കൊലപാതകം, പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. കരിമ്പുഴ തോട്ടര ഈങ്ങോക്കോടൻ മമ്മിയുടെ ഭാര്യ 71 വയസ്സുള്ള നബീസയെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. നബീസയുടെ മകളുടെ മകൻ തോട്ടര പടിഞ്ഞാറേതിൽ 45 വയസ്സുള്ള ബഷീർ, ഭാര്യ 36 വയസ്സുള്ള ഐനെല്ലി ഫസീല എന്നിവർക്കാണ് ശിക്ഷ ലഭിച്ചത്. പിഴയും കോടതി വിധിച്ചു. മണ്ണാർക്കാട് പട്ടികജാതി പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോണാണ് വിധി പ്രസ്താവിച്ചത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് വല്ലുമ്മയെ വിഷം നൽകി മരണത്തിലേക്ക് തള്ളിവിട്ടത്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് 12 വയസ്സുള്ള മകൻ മാത്രമാണുള്ളതെന്നും അവൻ്റെ ജീവിതത്തെ കോടതി വിധി ബാധിക്കുമെന്ന് പ്രതി ഫസീലയും ഭർത്താവ് ബഷീറും കോടതിയോട് പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന്
വീട്ടിൽ നിന്നും പുറത്താക്കിയ ബഷീറും ഭാര്യയും വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2016 23 നബീസ കൊല്ലപ്പെട്ടത്. മണ്ണാർക്കാട് നൊട്ടമലയിലെ ബന്ധുവീട്ടിലെത്തിയ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പ്യംകുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ജൂൺ 24 രാവിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ചെട്ടിക്കാടിൽ നബീസയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറിപ്പും ഫോണും കണ്ടെടുത്തിരുന്നു. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. ഈ മോട്ടീവ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫസീല എന്ന് പറഞ്ഞ രണ്ടാം പ്രതി ഈ മരിച്ച ഉമ്മയുമായുള്ള പ്രശ്നങ്ങൾ, അത് സ്വർണം കാണാതെ ആയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് അവർ സ്വർണം എടുത്തവളാണെന്ന് പറഞ്ഞു നടന്നു എന്നതിനെ സംബന്ധിച്ചുമെല്ലാം കൃത്യമായ തെളിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മോട്ടീവ്, ഈ ക്രൈമിനുള്ള മോട്ടീവ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റൊരു വീട്ടിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള വീട്ടിൽ നിന്നും സ്വർണം കാണാതാവുകയും ആ കാണാതായ സ്വർണം ഫസീലയിൽ നിന്നും കണ്ടെടുത്തു എന്ന് വരെ ഒരു സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്.